എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിടാം. ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിടാം. ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. 12-ാമത്തെ അധ്യായം 9, 10, 13 വാക്യം. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പോയിക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും ഞങ്ങളെ ശുദ്ധീകരിച്ചു നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. 13-ാം വാക്യം. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ വാക്യം കൂടെ, 10ഉം 12ഉം. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 10ഉം 12ഉം വാക്യം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. മതി, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. നിത്യനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പകൽക്കാലം നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചൊന്ന് കടന്നു വരുവാൻ ഇടയാക്കിയ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുകയാ. പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട്, പല ഭവനങ്ങളിൽ പല ദേശത്തിരുന്നു കൊണ്ട് കർത്താവേ, നിന്റെ പാദപീഠത്തിൽ അടിയങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ഇടയാകണം. ഓ റമന സീഖമന ജുഡവര ബൗഡാലകന കതുരിതികനകലക രഗതികമന ജുഡവര ബൗഷാടകന. എന്റെ കർത്താവെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണം. 40 ദിവസക്കാലം ഹല്ലേലൂയ ആമേൻ ഏലിയാവ് ദൈവസന്നിധിയിൽ നിന്ന് ദൈവം കൊടുത്ത ഭക്ഷണം കഴിച്ച് ആമേൻ മരുഭൂമിയിലേക്ക് നടന്നു കയറി വലിയ ദൈവപ്രവൃത്തി ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ആമേൻ കാവറേബോളം ഹല്ലേലൂയ വഴി നടത്തിയ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടട്ടെ. ഓ ഉപവാസത്തോടുകൂടെ ഇരിക്കുന്ന നിന്റെ ജനം ഈ ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ, ഹല്ലേലൂയ വലിയൊരു ശുശ്രൂഷ തലത്തിലേക്ക് എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗം ഹല്ലേലൂയ ആമേൻ അങ്ങനെ ചെയ്യാൻ പോകുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാ. ഓ ഹല്ലേലൂയ, ഇതിന്റെ അകത്ത് കടന്നു വന്നവരാരും നിരാശപ്പെടുവാൻ അനുവദിക്കരുത്. ഓ റമന സീകമന ജുഡവര ബൗഷാടകന അതരം ബലം പൗഡം പ്രിയകമന ആമേൻ. ഇന്നലെ വരെ ഉള്ളതുപോലെയല്ല, ഇന്ന് പകൽക്കാലം ഒരു പുതിയ തലത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടതിന്, ഒരു പുതിയ അനുഭവത്തിലേക്ക് ആമേൻ നയിക്കേണ്ടതിന് സ്വർഗം ഇന്ന് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. അപ്പനങ്ങനെ ചെയ്യുന്നതോർത്ത് സ്തോത്രം. ഇതിനകത്ത് ആരെങ്കിലും രോഗികളായിട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനമയച്ചു പ്രാർത്ഥിക്കുകയാ. ആമേൻ ഹല്ലേലൂയ. ശാരീരിക അസ്വസ്ഥതകൾ വഴിമാറിപ്പോകട്ടെ, രോഗമണ്ഡലം അഴിഞ്ഞു മാറിപ്പോകട്ടെ, മാനസിക പ്രതിസന്ധികൾ വഴിമാറിപ്പോകട്ടെ കർത്താവേ. ഓ ഹതുരികനകല
ശുടലകരകതികമന ചുടവരവര പൗഡാലകനെ അതരം ബലം പൗഡം നീകമനം തീ ആരാധന. ഈ ആമൻ കടന്നു വന്നിരിക്കുന്ന ആര് ഇന്ന് നിരാശയോടുകൂടെ പോകുവാൻ അനുവദിക്കരുത്. ഇന്ന് എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഹൃദയത്തോട് ഇടപെടേണ്ടതിന്, ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തോട് ഇടപെടേണ്ടതിന് ദൈവം ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അല്പസമയം ഞങ്ങൾ വചനത്തിന് മുൻപാകത്താണിരിക്കട്ടെ കർത്താവേ. ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. പ്രാർത്ഥന കേൾക്കുന്ന കൃപകൾക്കായി സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു ഇന്ന്. കാരണം ഞാൻ ഇന്ന് വേറൊരു വചനം പറയാനായിട്ടാ. ഞാൻ ഇന്നലെ രാത്രി പാസ്റ്ററിനെ വൈകിട്ട് വിളിച്ചപ്പോ ഞാൻ വേറൊരു വചനം നോക്കിയാണ് വന്നത്. എന്നാൽ ഇവിടെ വന്നിരുന്ന് ഒരു 11:30 കഴിഞ്ഞപ്പോ മധ്യസ്ഥ വർഷിപ്പ് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നോക്കിക്കൊണ്ട് വന്ന വചനം പറയണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പോ എനിക്ക് മനസ്സിലായി എന്തോ ദൈവത്തിന് അതിനകത്ത് പ്രവർത്തിക്കുവാനായിട്ടുണ്ട്. എന്നാൽ ദൈവദാസൻ വചനം പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, നിത്യതയെ കുറിച്ച് സംസാരിച്ചു. എന്ത് ചെയ്താലാ, എങ്ങനെ ജീവിച്ചാലാണ് നിത്യതയിൽ എത്തുക എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവാത്മാവ് എന്നോട് പെട്ടെന്ന് നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനായിട്ട് പറഞ്ഞു. ഒരുപക്ഷെ എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരാളുടെ എങ്കിലും ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നെങ്കിൽ സ്വർഗം ഇന്ന് സന്തോഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോ നിത്യതയെ കുറിച്ച് അന്നേരം ദൈവം തന്ന ഒരു ചിന്തയാണ് ഈ 2 പുസ്തകം വായിച്ചത്. ഈ ദാനിയേലിന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകങ്ങൾ നമുക്ക് ഒരുപാട് വചനം നമുക്കറിയുകയും നമ്മൾ കേട്ടിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളാ, നമുക്കറിയാവുന്നതാ. എങ്കിൽ പോലും ഒരു പ്രാവശ്യം കൂടെ നമ്മളെ ഒന്ന് വിലയിരുത്തുവാൻ വേണ്ടി ഈ വചനം ദൈവം നമ്മളോട് ഇടപെടട്ടെ. അതിനായിട്ട് ഇന്ന് വായിച്ചു കേട്ട്, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചു മുദ്രയിട്ടിരിക്കുന്നു. ദാനിയേല് നിരവധി ദർശനങ്ങൾ അന്ത്യകാലത്ത് സംഭവിക്കേണ്ടതായിട്ടുള്ള ധാരാളം ദർശനങ്ങൾ ദാനിയേൽ കണ്ടു. ആമേൻ. ദാനിയേല് ബോധം കെട്ട് നിലത്ത് വീണു. അപ്പോ ദാനിയേലിനോട് ദൈവം പറഞ്ഞു, ദാനിയേലേ ഇത് അടച്ചു മുദ്രയിട്ടേക്കണം. കാരണം ഇതിപ്പോ സംഭവിക്കുവാനായിട്ടുള്ളതല്ല. നേരെ വെളിപ്പാടിലേക്ക് വന്നപ്പോ ഇതേ ദർശനങ്ങൾ യോഹന്നാനും കണ്ടു. അവിടെ നമ്മൾ എന്താ വായിച്ചത്? ഈ പ്രവചനങ്ങൾ അടച്ചു മുദ്രയിടരുത്. ഹല്ലേലൂയ. അവിടെ പറയുക, സമയം അടുത്തിരിക്കുന്നു. ഗ്ലോറി. എത്ര പേർക്ക് ഇത് ബോധ്യമുണ്ട് സമയം അടുത്തിരിക്കുന്നു എന്ന്? ഹല്ലേലൂയ. നമ്മളെല്ലാവരും വിശ്വാസത്തിലാണ്, നമ്മളെല്ലാവരും വിശ്വാസിയാണ്. പക്ഷേ എത്ര പേര് ദൈവദാസൻ പറഞ്ഞതുപോലെ എത്ര പേര് കർത്താവിന്റെ കാഹളം ധ്വനിച്ചാൽ അവനോടുകൂടെ എടുക്കപ്പെടുവാൻ തയ്യാറായിരിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ചരിത്രം നോക്കുമ്പോൾ, അല്ലെങ്കിൽ യഹൂദന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ, പ്രകൃതി കാണിച്ചു തരുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ, ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ തന്റെ മണവാളൻ വാതിക്കലെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഇവിടെ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ യോഹന്നാനോട് പറഞ്ഞ കാര്യം, ഈ അധ്യായം, ഈ പ്രവചനം അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അപ്പോ യോഹന്നാൻ കണ്ട ദർശനത്തിൽ സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, അന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോ ആ നിമിഷം മുതൽ അപ്പോസ്തലന്മാര് കാത്തിരിക്കാൻ തുടങ്ങിയതാണ് കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി. നമ്മളും ഇതുപോലെ പറയും, 2025 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക, പക്ഷേ ഇതുവരെയും കർത്താവിന്റെ വരവായില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെയും ഇങ്ങനെ പോകുമ്പോ ഇവിടെ ദാനിയേലിനോട് പറയുക, അവസാനം എന്താ സംഭവിക്കും? പലരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും, ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ആമേൻ, ബോധമുള്ളവൻ തിരിച്ചറിയും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ലോകാവസാനത്തിൽ നടക്കേണ്ട സംഭവങ്ങളൊക്കെയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമാണത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് ഒരു കാഴ്ചപ്പാട് തന്നത്, കുറെ ദേശത്തിന്റെ നടുവിൽ എന്തിനു വേണ്ടി ദൈവമക്കൾ ഇടിവിലിരിക്കണം, പ്രാർത്ഥിക്കണം എന്ന് ഒരു ബോധ്യം തന്നു. ഇങ്ങനെ പറഞ്ഞു, രോഗമിട്ടു. ദൈവജനം എന്ന് പറയുന്ന വിശ്വാസ സമൂഹത്തിന് ദൈവത്തെ ഭയമില്ല. അവൻ പിന്നെയും
പ്രകൃതിക്ഷോഭം വന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. എന്നിട്ടും ദൈവജനത്തിന് യാതൊരു ഭയവുമില്ല. കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങളെ നാട്ടിൽ അയച്ചു, ഒരുപാട് ദുരിതങ്ങളും ഭയപ്പാടുകളും കൊടുത്തു. എന്നിട്ടും ദൈവജനത്തിന് ഭയമില്ല. ഇത് മ്ലേച്ഛതയുടെ പ്രവർത്തിച്ചുകൊണ്ട് മ്ലേച്ഛതയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ദൈവത്തിന്റെ വചനം എന്നോട് ഇങ്ങനെ ഓർമ്മിപ്പിച്ചു, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി യഹോവയുടെ മുൻപാകെ മുഴങ്കാലും മടക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മറ്റുള്ളവർ പ്രാർത്ഥിച്ചോട്ടെ എന്നല്ല, എന്റെ ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്ന്. ആമേൻ. നിങ്ങളുടെ ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. സംഹാരകൻ ഇങ്ങനെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ഭവനത്തിന് വേണ്ടി ആമേൻ കോട്ട കെട്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നിന്റേതാ. ഹല്ലേലൂയ. നിന്റെ തലമുറകൾക്ക് വേണ്ടി കോട്ട കെട്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നിന്റേതാ. പ്രൈസ് ദി ലോർഡ്. നീ പാർക്കുന്ന പട്ടണത്തെ ആമേൻ ഒരു നാശത്തിലേക്ക് തള്ളിവിടാതെ ആമേൻ ആ ദേശത്തിന് വേണ്ടി ഇടിവിലിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നിന്റേതാ. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു വലിയ ദൗത്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് അന്ത്യകാലമാണ്. അന്ത്യകാല ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, ഈ പ്രകൃതി കാണിച്ചു തരുന്ന അടയാളങ്ങൾ, ആമേൻ ഹല്ലേലൂയ, ചരിത്രം കാണിച്ചു തരുന്ന അടയാളങ്ങൾ, യഹൂദൻ കാണിച്ചു തരുന്ന അടയാളങ്ങൾ, ഇതൊക്കെയും കാണുമ്പോൾ ഓർത്തോളണം, ആമേൻ, സമയമെടുത്തിരിക്കുന്നു. 2025 വർഷമായിട്ടും കർത്താവ് ഇതുവരെയും വന്നില്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവ് താമസമല്ല. പിന്നെ എന്തുകൊണ്ടാണ് താമസിക്കുന്നത് ചോദിച്ചാൽ ആമേൻ, അവൻ ദീർഘക്ഷമയുള്ളത് കൊണ്ടാ. ആമേൻ, അവൻ മഹാകാരുണ്യവാനായതുകൊണ്ടാ. ആരും നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന്, ആരും നശിച്ചു പോകുന്നത് അവന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ ദേവദാസൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഹല്ലേലൂയ പെന്തക്കോസ്തിലായതുകൊണ്ടോ നമ്മൾ സ്നാനപ്പെട്ടത് കൊണ്ടോ നിത്യത കിട്ടണമെന്നില്ല. പക്ഷേ എന്റെ ജീവിതത്തെ ആമേൻ ഹല്ലേലൂയ വിലയിരുത്തുമ്പോൾ ആമേൻ വിശുദ്ധ ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ എപ്രകാരം ഈ കർത്താവിനോട് കൂടെ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനും പറയുന്നു, ആമേൻ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. ആമേൻ. ഇനിയും അനീതി ചെയ്യാൻ പഠിച്ചവൻ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെ നമുക്ക് തിരുത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തെ ഒരു ഭയമില്ലാതെ ഇരിക്കുന്ന ജനം ഇന്ന് എഴുന്നേറ്റിരിക്കുക. എത്രമാത്രം നമുക്ക് ദൈവസന്നിധിയിൽ ഭയത്തോടെ വിറയലോടുകൂടെ ഇരിക്കുവാൻ നമ്മളെല്ലാം പറയും, നമുക്കറിയാം, ഒരു കാര്യം അറിയാം, എത്ര തെറ്റ് ചെയ്താലും നമ്മൾ ദൈവസന്നിധിയിൽ ആമേൻ കണ്ണുനീരോടുകൂടെ കടന്നു വന്നാൽ ആമേൻ ആ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നവനാണെന്ന്. അതുകൊണ്ട് നമ്മൾ പിന്നെയും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഹല്ലേലൂയ ഇവിടെ പറയുക, ബുദ്ധിയുള്ളവർ ഇതൊക്കെ കാണുമ്പോൾ ഗ്രഹിക്കും. ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒന്നാമത് അവിടെ പറയുക, തങ്ങളെ തന്നെ ശോധന കഴിച്ച് നിർമ്മലീകരിച്ച് ശുദ്ധീകരിക്കും. എപ്രകാരം നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീയോ ലോകാവസാനം വരെ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി വാങ്ങിക്കാൻ എഴുന്നേറ്റ് വരും. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആമേൻ, എല്ലാവർക്കും ഒരു ഓഹരിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഓഹരി? നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രതിഫലമുണ്ട്. ഇവിടെ ദാനിയേലിനോട് ദൈവം പറയുന്നു, നിനക്കൊരു ഓഹരിയുണ്ട്, ആ ഓഹരി വാങ്ങുവാൻ എഴുന്നേറ്റ് വരുമെന്ന്. ആമേൻ ഹല്ലേലൂയ. യോഹന്നാനോട് പറയുന്നു, ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എന്റെ മക്കളുണ്ട്. എന്താണ് നമ്മുടെ പ്രതിഫലം? പ്രൈസ് ദി ലോർഡ്. ആ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം, നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, നമ്മളെ തന്നെ ഒന്ന് നിർമ്മലീകരിക്കണം. എപ്രകാരമാണ് നമ്മളെ നിർമ്മലീകരിക്കേണ്ടത്? നമുക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യം ഒന്ന് വായിക്കാവോ? റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 1-2 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ.
നോക്കിയേ, ലോകത്തിൽ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം? നമ്മൾ ഓരോരുത്തരും ബുദ്ധിയുള്ള ആരാധനയായി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ മാത്രം നമ്മൾ ആരാധനയായി മാറിയാ പോരാ. ചർച്ചിനകത്ത് കയറുമ്പോ നമ്മൾ കൈയടിച്ച് പാടുമ്പോൾ മാത്രമല്ല ആരാധന വെളിപ്പെടേണ്ടത്. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, നീ ഹല്ലേലൂയ ഓരോ ഇടങ്ങളിലും ആമേൻ, നീ നിൽക്കുന്ന ഇടത്ത് നീ തന്നെ യാഗമായി മാറണം, നീ തന്നെ ആരാധനയായി മാറണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സംസാരങ്ങൾ ആരാധനയായിരിക്കണം. നമ്മൾ അടുക്കളയിൽ പാകം ചെയ്യുമ്പോഴും നമ്മൾക്ക് ദൈവത്തോട് ആരാധിക്കുവാൻ, ദൈവവും നമ്മളുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ വർഷിപ്പിന് ചർച്ചിനകത്തേക്ക് കയറുമ്പോ കർത്താവ് വന്നാൽ, കർത്താവ് മധ്യാകാശത്ത് വന്നാൽ, ആമേൻ, അവന്റെ കാഹളം ധ്വനിച്ചാൽ നമ്മളെല്ലാവരും ആ കൂട്ടത്തിൽ കാണും. പക്ഷേ ഒരു കാര്യം തിരിച്ചറിയണം, ഞാൻ ചർച്ച വിട്ട് വീട്ടിൽ വന്നാൽ കർത്താവിന്റെ ശബ്ദം ഞാൻ കേൾക്കുമോ? ഹല്ലേലൂയ. ഞാൻ ജോലി സ്ഥലത്തിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ ആമേൻ, ആ കാഹള ധ്വനി ഞാൻ കേൾക്കുമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. എന്റെ ആരാധന ഞാൻ തന്നെ ആരാധനയായി മാറണം. എപ്രകാരമാണ് നമ്മൾ ആരാധനയായി മാറേണ്ടത്? യേശു കർത്താവ് എപ്രകാരം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനം പഠിപ്പിക്കുന്നത്, യേശു കർത്താവ് ഒരു സൗരഭ്യ വാസനയായി അനുസരണയുള്ളവനായി മാറിയതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് സാധിക്കുമോ ഈ എന്റെ കർത്താവ് എന്നോട് പറയുന്നത് അതുപോലെ അനുസരിച്ച് ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട് ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് കടന്നു പോകുവാൻ? യേശു കർത്താവ് ഒരു സൗരഭ്യവാസനയായി തീർന്നു. എപ്രകാരം ആ കർത്താവ് സൗരഭ്യവാസനയായി തീർന്നത്? ആ കാൽവറിയിലെ യാഗമായതോടുകൂടെ ആമേൻ, ഹല്ലേലൂയ, തന്റെ ശരീരത്തിന്മേൽ എത്രമാത്രം വേദന അനുഭവിക്കുമെന്ന് ബോധ്യമുണ്ടായിട്ടും ആമേൻ, പിതാവായ ദൈവത്തെ അങ്ങനെയും അനുസരിച്ച് ആമേൻ, ആ ശരീരത്തിന്മേൽ സകല വേദനയും ഏറ്റെടുത്ത് ഒരു വാക്ക് പോലും പറയാതെ ഒരു നിമിഷത്തിൽ കർത്താവ് പറഞ്ഞ, കർത്താവേ ആമേൻ, കഴിയുമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്നൊന്ന് മാറ്റണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വേളയിൽ അങ്ങനെ ചിന്തിച്ചെങ്കിൽ പോലും തന്റെ സ്വന്തം താല്പര്യത്തിനല്ല സ്ഥാനം കൊടുത്തത്. പിതാവിന്റെ ഇഷ്ടം എന്താണോ അത് എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഇന്ന് പകൽക്കാലം നമുക്കത് പറയുവാൻ സാധിക്കുമോ? കർത്താവേ, നിന്റെ ഇഷ്ടം എന്താണോ അതെന്റെ ജീവിതത്തിൽ നിറവേറുവാനിടയായി തീരണം. അപ്പൻ എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതങ്ങനെ സംഭവിക്കുവാനിടയായി തീരണം. ഇന്ന് പകൽക്കാലം പറയുവാൻ നമുക്ക് സാധിക്കുമോ? എപ്രകാരം എന്നെ തന്നെ ശുദ്ധീകരിക്കണം? ആ ലോകമോഹം നമ്മളെ മാടി വിളിക്കും, ലോകത്തിന്റെ ഇമ്പമായ കാര്യങ്ങൾ നമ്മളെ മാടി വിളിക്കും. എന്നാൽ അതിനെയൊക്കെയും ഹല്ലേലൂയ അതിൽ നിന്നൊന്ന് വേറിട്ട് നിൽക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇവിടെ പറയുക, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എന്നിട്ട് താഴെ പറയുക, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയണം. നമ്മളെ ഈ ലോകത്തിന് അനുരൂപപ്പെട്ടവരാണോ? പ്രൈസ് ദി ലോർഡ്. ഈ ലോകമോഹങ്ങൾ നമ്മളെ മാടി വിളിക്കുമ്പോ നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പമായതിന്റെ പിന്നാലെ നമ്മൾ പോകുന്നവരാണോ? നമ്മൾ എത്ര സമയം ദൈവസന്നിധിയിൽ വേർതിരിക്കും? നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് എത്ര സമയം വേർതിരിക്കും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ദാനിയേല് പറഞ്ഞതുപോലെ ഈ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ദൈവസന്നിധിയിൽ താണിരിക്കണം. എന്നാൽ ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഹല്ലേലൂയ. ഒരു നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവന്റെ എല്ലാം നമ്മുടെ കയ്യിലോട്ട് ഇരുന്നോട്ടെന്ന് വിചാരിക്കുന്നതിനും മറ്റുള്ളവന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എന്റെ കയ്യിലോട്ട് വന്നോട്ടെ എന്ന് ചിന്തിക്കുന്നതിനും ഒരു വിഷമവും ഇല്ല. കാരണം ആമേൻ, ബുദ്ധിയുള്ളവർ ചിന്തിക്കും,
ഇതൊന്നും അല്ല എന്റേത്, എനിക്കുള്ള ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊക്കോട്ടെ, എന്നാൽ സ്വർഗത്തിൽ എനിക്കൊരു പ്രതിഫലമുണ്ട്. അവൻ എന്നെ ഹല്ലേലൂയ വേദനിപ്പിക്കുന്ന സാഹചര്യം വന്നു, പക്ഷേ ഞാൻ ഒന്നും മിണ്ടാതെ അത് സഹിക്കേണ്ടി വന്നു. പോട്ടെ, വിട്ടേരെ, എന്റെ കർത്താവ് എനിക്ക് അതിനും ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. സകലത്തിന്മേലും സ്തോത്രം ചെയ്യുവാനായിട്ടൊരു ദൈവ പൈതലിന് സാധിക്കണം. എന്നാൽ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് വസിക്കാത്ത ഒരുവനെ സംബന്ധിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിന് സങ്കടമൊന്നും തോന്നത്തില്ല, മറ്റുള്ളവരുടെ പിടിച്ചു പറിക്കുന്നതിന് സങ്കടമൊന്നും തോന്നത്തില്ല, മറ്റുള്ളവരുടെ ഹല്ലേലൂയ ആക്ഷേപം പറയുന്നതിനും ഒന്നും തോന്നത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്കൊരു വിചാരം വേണം. ഞാൻ എന്റെ പ്രാണപ്രിയനോട് ചേരുവാനായിട്ടുള്ളവളാ, ഞാൻ ഈ ലോകത്തിലുള്ളവളല്ല, ഞാൻ ഈ ലോകത്തിന് അനുരൂപപ്പെട്ടവളല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ലോക മനുഷ്യനിൽ നിന്ന് ഒരു വ്യത്യസ്തതയോടുകൂടെ ജീവിക്കുവാൻ ഒരു ദൈവ പൈതലിന് സാധിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ ഈ പ്രതിഫലം വാങ്ങുവാൻ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ടാണ് മത്തായി എഴുതി സുവിശേഷത്തിൽ പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് വേണ്ടി നിൽക്കുമ്പോ കർത്താവ് പറയും, ഇവനെ എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ, ഇവൻ എന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കിയായിരിക്കാം, എന്റെ നാമത്തിൽ വചനം സംസാരിക്കാം, ആമേൻ, രോഗികളെ സൗഖ്യമാക്കിയിരിക്കാം, പക്ഷെ എനിക്ക് ഇവരെ അറിഞ്ഞുകൂടാ. ഇന്ന് പകൽക്കാലം ചിന്തിക്കണം, കർത്താവേ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ചിലപ്പോഴൊക്കെ ദൈവത്തോട് പറയും, കർത്താവേ, അങ്ങ് വരുമ്പോ എനിക്ക് നിന്നെ അറിഞ്ഞൂടാന്നൊന്നും കേറി പറയല്ലേ, അത് വലിയ സങ്കടമുള്ള കാര്യമാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞാലും ദൈവം നമ്മളെ വിവേചിച്ചു നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വിപരീതമായി ഈ ഭൂമിയിൽ ജീവിക്കുകയും പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതെ ജീവിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ എപ്രകാരം നമുക്ക് വിശുദ്ധിയോടുകൂടെ നിൽക്കുവാനായിട്ട് സാധിക്കും? എന്റെ പ്രവൃത്തിയും എന്റെ ജീവിതവും എന്റെ വിശ്വാസവും ഒന്നുപോലെ ദൈവത്തിന് മഹത്വമുള്ളതായി തീരുവാനിടയാകണം. അതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റിയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഇച്ചിരി കഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എല്ലാവർക്കും എല്ലാ പ്രോസ്പെരിറ്റിയുടെ പിന്നാലെ പോയി അതൊക്കെ നല്ലതാ, പൊയ്ക്കോ, വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റെ ജീവിതം ഞാൻ എത്രമാത്രം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെട്ടതാണെന്ന് ഓരോ നിമിഷവും നമ്മളെ തന്നെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കണം. ഇനി അധികം സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. വെളിപ്പാട് 1-ാമത്തെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കോ? ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. നോക്കിക്കേ, അവിടെ പറയാൻ സമയം അടുത്തിരിക്കുന്നു. നോക്കിക്കേ, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മുഴുവനും മനസ്സിലാകുന്ന സമയം അടുത്തിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമേൻ, അന്നുള്ളവർക്ക് വേണ്ടി മാത്രം എഴുതിയതല്ല, യോഹന്നാന് വേണ്ടി പറഞ്ഞതല്ല, ആമേൻ, അന്നുള്ള വിശ്വാസികൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്നോട് നിങ്ങളോട് കൂടെ പറയാ, കുഞ്ഞേ, സമയം അടുത്തിരിക്കുന്നു. ആ സമയം അടുത്തിരിക്കുമ്പോൾ എന്താ വേണ്ടേ? അതിന് മുമ്പ് അത് എന്താ അവിടെ വായിച്ച്? ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും, പ്രൈസ് ദി ലോർഡ്, ഈ വചനം സംസാരിക്കുന്നവനും, ആമേൻ, ഇത് കേൾക്കുന്നവനും, ആമേൻ, ഇതിന്റെ പ്രമാണങ്ങൾ പ്രവർത്തിക്കുന്നവനും ഭാഗ്യവാൻ. ആമേൻ, സമയം അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താ വേണ്ടേ? ഈ പ്രതിഫലം എന്റെ ജീവിതത്തിൽ വേണമെങ്കിൽ ഈ പുസ്തകം എന്റെ കയ്യിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം വായിക്കാനുള്ളതല്ല. ഒരിക്കലും ബൈബിള് നമ്മൾ വായിച്ചു കളയരുത്. ബൈബിള് വായിച്ച് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും വായിച്ച് തള്ളാനായിട്ടുള്ളതല്ല ദൈവത്തിന്റെ വചനം. വായിക്കുന്നത് ഗ്രഹിക്കുകയും വായിക്കുന്നത് പഠിക്കുകയും ചെയ്യുമ്പോൾ ദിനംതോറും നമ്മുടെ അഴുക്കുകളെ ശുദ്ധീകരിച്ച് കഴുകിയിറക്കി കളയുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമ്മൾ ഭക്ഷണമായി ഭക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പുറമേ ഉള്ള മനുഷ്യന് എപ്രകാരം ആഹാരം ആവശ്യമാണോ അതുപോലെ ആത്മ മനുഷ്യന് ഈ വചനം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനമില്ല എങ്കിൽ ഒരിക്കലും ഈ ഭൂമിയിൽ, ഈ പൈശാചികൻ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ആമേൻ ഒരു ദൈവ പൈതലിന് ജീവിക്കണമെങ്കിൽ ഈ ഭക്ഷണം ദിനംതോറും ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
എപ്രകാരം നമ്മള് ഈ വചനത്തിന് കീഴ്പ്പെടും. ഇവിടെ പറയുക, ഇത് വായിക്കുന്നവൻ മാത്രമല്ല, അത് വായിച്ച് കേൾപ്പിക്കുന്നവനും, ആമേൻ, അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ. ആ ഭാഗ്യാവസ്ഥ എന്താണ്? ആമേൻ, കർത്താവിനോട് ചേർന്നുള്ള ഒരു വാസം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവസാനം നമ്മൾ വായിച്ച 22-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തർക്കും അവരവരുടെ പ്രതിഫലം വെച്ചിട്ടുണ്ട്. എന്താണ് പ്രതിഫലം? പ്രൈസ് ദി ലോർഡ്. ധാരാളം പ്രതിഫലം. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ആദ്യത്തെ അധ്യായം മുതൽ ഓരോരുത്തരോടും ഓരോ സഭയ്ക്ക് ദൂതെഴുതുമ്പോഴും ആമേൻ അവരുടെ കാര്യങ്ങളെ ആമേൻ ക്രമീകരിച്ച്, അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് ഓരോ സഭയോട് ലേഖനം എഴുതുമ്പോൾ അവിടെ ഓരോരുത്തരോടും ഓരോരോ പ്രതിഫലത്തിന്റെ കാര്യം പറയുക. എന്താണ് നമ്മൾക്ക് വേണ്ടിയുള്ള പ്രതിഫലം? ഒന്ന്, രണ്ടാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ വായിക്കാം. എങ്കിലും അവരോട് ഒപ്പം എത്തുന്നില്ല. എങ്കിലും 2:7 വായിച്ചേ. അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. നോയിക്കേ, ഈ വിശ്വാസത്തിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച്, തങ്ങളെ തന്നെ നിർമ്മലീകരിച്ച് ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവന് ഒരു പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്രതിഫലം എന്താ? ഒന്നാമത്തെ പ്രതിഫലമാണ് അവിടെ പറയുന്നത്. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല അത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേണമെന്ന് നമ്മൾക്കൊരാഗ്രഹമുണ്ടാകും. പക്ഷേ വേണമെങ്കിൽ എന്ത് വേണം? തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, തങ്ങളെ തന്നെ നിർമ്മലീകരിക്കണം, നമ്മളെ തന്നെ ദിനംതോറും ശോധന കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ, ആമേൻ, പ്രത്യാശയോടുകൂടെ നമ്മളെ തന്നെ സൗരഭ്യവാസനയുള്ള യാഗമായി സമർപ്പിച്ച്, എപ്രകാരം പിതാവായ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാൻ വില്ലിങ്ങാണ് കർത്താവേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പ്രതിഫലം അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഞാൻ ദൈവ പൈതലാണെന്ന് പറയുകയും ആമേൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവനോട് ആമേൻ യോഹന്നാൻ പറയുന്നത് അവൻ കള്ളനാകുന്നു എന്ന. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, ഇന്ന് വിശ്വാസിയാണെന്ന് നമ്മൾ പറയുകയും രക്ഷിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ പറയുകയും ഈ പ്രമാണത്തിന് വിരോധമായി ജീവിക്കുകയും ചെയ്താൽ നമ്മളെ വിളിക്കുന്നത് കള്ളൻ എന്ന പേരാ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പേരിലേക്ക്, ആ ഒരു പദവിയിലേക്ക് എത്തപ്പെടാനാണോ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നേ? ഹല്ലേലൂയ. വിശുദ്ധ ദൈവജനമെന്ന് വിളിക്കുവാൻ, എന്റെ മക്കളും പ്രിയ മക്കളുമേ എന്നുള്ള വിളി കേൾക്കുവാൻ, അതിനുവേണ്ടിയാ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നേ. അങ്ങനെ കാത്തിരിക്കണമെങ്കിൽ അതിൻ പ്രകാരം ജീവിച്ചെങ്കിലേ മതിയാവൂ. എങ്ങനെയെങ്കിലും ജീവിച്ച് അവസാനിപ്പിച്ച് ആമേൻ ഹല്ലേലൂയ ജീവിതം തീർക്കാമെന്ന് വിചാരിച്ചാൽ ആമേൻ ഈ പറുദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നമുക്ക് തിന്നാൻ കിട്ടത്തില്ല. അത് അനുഭവിക്കണമെങ്കിൽ അവന്റെ സന്നിധിയിൽ വിധേയപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒന്നാമത്തെ പ്രതിഫലം ആമേൻ ജയിക്കുന്നവന് ജയിക്കുന്നവനെന്ന് പറയുമ്പോ അപ്പൊ ഒരു പരീക്ഷ ഉണ്ടല്ലേ? ഒരു പരീക്ഷ ഉണ്ടെങ്കിലല്ലേ ജയവും തോൽവിയും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ഓരോ ദൈവ പൈതലും ഓരോ പരീക്ഷാ ഘട്ടത്തിലൂടെ കയറി ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം പരീക്ഷകൾ കടന്നു വന്നത്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പരീക്ഷയിലൂടെ കടത്തിവിടുമ്പോൾ ഇയ്യോബ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കണം, ഞാൻ ഈ പരീക്ഷയൊക്കെ അതിജീവിച്ച് പുറത്തു വരുമ്പോ പൊന്നുപോലെ ശോഭിക്കും. എത്ര ഏത് ദൈവദാസന്മാരോട് ചോദിച്ചാലും, അല്ലെ ഏത് ദൈവദാസിമാരോട് ചോദിച്ചാലും ഈ ഒരു പരീക്ഷ ഘട്ടം കടക്കാതെ ആരെങ്കിലും ഇന്നും ഈ തിരുവചനമായിട്ട് നിൽക്കുന്നുണ്ടോ? വളരെ ഈസി ആയിട്ട് ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരാളെയെങ്കിലും നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുമോ? ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത് ചുമക്കുന്നവൻ ചില പീഡകളൊക്കെ അനുഭവിച്ചേ മതിയാവും. എന്റെ കർത്താവ് എത്രമാത്രം പീഡയാ സഹിച്ചേ.
ആ കർത്താവ് അത്രമാത്രം പീഡ സഹിച്ചെങ്കിൽ ഈ യേശു കർത്താവിനെ 40 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെ ഇരുന്നിട്ട് ആമേൻ ഹല്ലേലൂയ പിശാച് പരീക്ഷിക്കാനായിട്ട് കടന്നു വന്നെങ്കിൽ വെറും കൃമികളായ അല്ലെങ്കിൽ വെറും സാധാ മനുഷ്യരായിരിക്കുന്ന നമ്മളെ പിശാച് പരീക്ഷിക്കാതെ വിടുമോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് കാവലുണ്ട് എന്നുള്ളത് സത്യമാ. പക്ഷേ ചില പരീക്ഷകൾ നമ്മൾ കയറിപ്പോകുമ്പോൾ യേശു കർത്താവ് വചനം കൊണ്ട് സാത്താനെ അതിജീവിച്ചതുപോലെ ഈ തിരുവചനമാകുന്ന വാള് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഓരോ പരീക്ഷയെയും അതിജീവിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ചില പ്രതിസന്ധി കടന്നു വരുമ്പോ ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി ഇന്നലെ രാത്രി പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പോ ഞാൻ കണ്ട ഒരു കാഴ്ചപ്പാട്, വലിയ ഒരു പ്രതിസന്ധി എന്തോ വലിയ ഒരു തടസ്സം പോലെ മുന്നോട്ട് കടന്നു പോകുന്നതിന്, അത് ശുശ്രൂഷയിലാണോ അതോ ഈ സൂമിൻ്റെതാണോ അതോ ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ വലിയൊരു പ്രതിസന്ധി ഇങ്ങനെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ആ പ്രതിസന്ധി അപ്പൊ അപ്പൊ ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. ശക്തമായി പ്രാർത്ഥിച്ചപ്പോ അത് വിട്ടുമാറി. ദൈവത്തിന്റെ ആത്മാവ് എന്നെ പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് കൊണ്ടു തന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം വാളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം വാളാണ്. ആ ഒരു ആയുധം നിന്റെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി അവിടെ നിന്നാൽ ആ പ്രതിസന്ധിയെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഹല്ലേലൂയ. അപ്പൊ തന്നെ യേശുവിന്റെ നാമത്തിൽ വചനമാകുന്ന വാളെടുത്ത് വെട്ടിമാറ്റുന്നു എന്ന് പറഞ്ഞതും ഈ സാധനം പിന്നെ കണ്ടില്ല. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ശുശ്രൂഷ തലങ്ങളിൽ ആത്മീയ ജീവിതത്തിൽ പ്രതിസന്ധി നമ്മുടെ മുൻപാകെ ഉണ്ടാകും. പക്ഷേ ഇവിടെ പറയുക, ജയിക്കുന്നവന്. ഈ പ്രതിസന്ധി കണ്ടിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കർത്താവെ പീഡകൾ അനുഭവിച്ചല്ലോ, പിന്നെ ഇനി എന്തിനാ ഞാൻ ഈ ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് ചോദിക്കാനല്ല. ഇവിടെ ദാനിയേലിനെ എന്തുകൊണ്ടാണെന്നറിയാമോ ഇങ്ങനെ ദർശനം കാണിച്ച് ആമൻ അതിമഹത്തായ ദൈവപുരുഷനായി നിർത്തിയത്? ആമൻ അവൻ അറിഞ്ഞ ഒരു ദൈവമുണ്ടല്ലോ, അവനെ അവിടെ കൊണ്ടെത്തിച്ച ഒരു ദൈവമുണ്ടല്ലോ. ആമൻ ഹല്ലേലൂയ. ഈ ദൈവത്തെ വിട്ട് ആമൻ നെബൂഖദ്നേസറിന്റെ മുമ്പാകെ മുട്ടുമടക്കാൻ മനസ്സ് കാണിക്കാഞ്ഞതുകൊണ്ട് ആമൻ സിംഹത്തിന്റെ കുഴിയിൽ വീണിട്ടും ഈ ദൈവമല്ലാതെ വേറെ ഒരു ദൈവത്തെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവന്റെ വിശ്വാസം മുറുകെ പിടിച്ചത് കൊണ്ടാ. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രതിസന്ധി വരും. ജീവനെ ഭയമില്ലാത്ത ആരുമില്ല. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ മുൻപാകെ 3 നേരം മുട്ടുമടക്കി പ്രാർത്ഥിച്ചതിന്റെ പേരിൽ സിംഹത്തിന്റെ കുഴിയിലേക്ക് വീണെങ്കിൽ, ആമേൻ, ഈ ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കി പ്രാർത്ഥിച്ചതിന്റെ പേരിൽ തീയുടെ നടുവിലേക്ക് എബ്രായ ബാലന്മാരെ കൊണ്ടിട്ടെങ്കിൽ അവര് എടുത്ത ഒരു തീരുമാനമുണ്ട്. രാജാവേ, നീ ഞങ്ങളെ തീയിലിട്ടാലും കുഴപ്പമില്ല, നീ ഞങ്ങളെ സിംഹത്തിന്റെ കുഴിയിലിട്ടാലും കുഴപ്പമില്ല, ആമേൻ, എങ്കിലും നിന്നെയോ നീ നിർത്തിയ ബിംബത്തെയോ വണങ്ങുവാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ഇതുപോലെ വിശ്വാസ തീഷ്ണതയോടുകൂടെ നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ അവിടെ പരീക്ഷയെ അതിജീവിക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പരീക്ഷയെ എങ്ങനെ നമ്മൾ അതിജീവിക്കണം? എല്ലാവരുടെയും ജീവിതത്തിൽ പരീക്ഷ ഉണ്ടാകും. പക്ഷെ ഈ പരീക്ഷയെ മറികടക്കണമെങ്കിൽ ആമേൻ ദൈവവുമായിട്ടുള്ളൊരു വിശ്വാസ തലം ഉറപ്പിക്കണം. ആമേൻ ഹല്ലേലൂയ. എന്തെല്ലാം പ്രതിസന്ധി വന്നോട്ടെ, ഏതെല്ലാം പ്രതികൂലം വന്നോട്ടെ, അവിടെ ഞാൻ പതറിപ്പോകത്തില്ല എന്ന് പറയുവാൻ, ആമേൻ, നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ നമുക്കിടയായി തരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന ജയിക്കുന്നവന് ഞാൻ, ആമേൻ, ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ആ ഫലം നമ്മൾക്ക് തിന്മാൻ വേണമെങ്കിൽ ഈ പരീക്ഷ ഒന്നാമത് അതിജീവിക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ പ്രതിഫലം ഈ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും.
നോയിക്കേ, പ്രൈസ് ദി ലോർഡ്. പിന്നെ രണ്ടാമത് പറയാ, പരീക്ഷ ജയിക്കുന്നവന് ഞാൻ എന്തു കൊടുക്കും? ആമേൻ, ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്ന ഒരു മന്ന, ആമേൻ, ഇതുവരെയും നിന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലാത്ത ഒരു പേര് നിനക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. നീ ലോകപരമായിട്ട് അറിയുന്ന പേരല്ല, നീ ലോകപരമായിട്ട് അറിയുന്ന പദവിയുമല്ല നിനക്ക് ഇന്നുവരെയും ലഭിച്ചിട്ടില്ലാത്തത്. ഈ ദൈവത്തോട് ചേർന്ന് നിന്നാൽ കുഞ്ഞേ, നിന്റെ അഡ്രസ് മാറും. ഹല്ലേലൂയ. നിന്റെ പദവി മാറും. ഈ പരീക്ഷയെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുമോ? ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പേരിനുടമയായി നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഈ ദൈവത്തോട് ചേർന്ന് നിന്നതിന് ശേഷം നമുക്കുണ്ടായ മാറ്റങ്ങൾ, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ അറിയുന്നേ? അന്ന് വരെ അറിയുന്നത് പോലെ, അല്ലെങ്കിൽ അന്ന് വരെ ബഹുമാനിക്കുന്നത് പോലെയാണോ ഇന്ന് ബഹുമാനിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് ഈ കർത്താവിന്റെ പേരിൽ നമ്മൾ എന്തെല്ലാം നന്മകൾ അനുഭവിച്ചിട്ടുണ്ട്. മറ്റുള്ളവര് നമ്മളെ കാണുമ്പോ ആമേൻ, ഹല്ലേലൂയ, ഓ അവളൊരു ദൈവ പൈതലാണ് എന്നൊരു ബഹുമാനം നമുക്ക് തരുന്നില്ലേ? ഇത് നമ്മുടെ കഴിവുകൊണ്ടാണോ? നമ്മുടെ ബലം കൊണ്ടാണോ? അല്ല, ഈ പരീക്ഷയെ അതിജീവിച്ചത് കൊണ്ട്, ഈ ദൈവവുമായി ചേർന്ന് നിന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഒരു പദവിയാണ്. ഇന്നലെ വരെ അറിയാത്ത പേര്, ആമേൻ, ഇന്നലെ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു നന്മ. പലപ്പോഴും നല്ലൊരു എങ്ങനെ മുന്നോട്ട് കടന്നു പോകുമെന്ന് പലപ്പോഴും ചിന്തിച്ച്, ആമേൻ, ആമേൻ, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആരൊക്കെയോ, ആമേൻ, ദൈവാത്മാവ് ഇങ്ങനെ പറയുക, ജീവിതം മതിയായി, നരക തുല്യമായ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞ്, ആമേൻ, ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിച്ച വ്യക്തികള് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നിന്റെ ആ അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തെടുത്ത് ഒരു തമ്പുരാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലോകം നമ്മളെ പഴിക്കും, ലോകം നമ്മളെ പകയ്ക്കും. പക്ഷേ ഈ കർത്താവിനോട് ചേർന്ന് നിന്നാൽ, ഈ കർത്താവിന്റെ കരം പിടിച്ച് മുമ്പോട്ട് പോയാൽ, നിന്റെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള ദൈവകൃപ, ആമേൻ, നിന്റെ മേൽ തമ്പുരാൻ ഇട്ടിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് നിന്നെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇത് ഞാൻ അനുഭവിച്ച എന്റെ സാക്ഷ്യമാണ് കേട്ടോ. പലപ്പോഴും അടിമതറിപ്പോയ സമയങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവെ, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കുമെന്ന് വിചാരിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിടത്ത് പോലും എന്റെ കർത്താവിനെ തലകുനിക്കുവാൻ അനുവദിച്ചിട്ടില്ല. ഞാൻ ഒന്നു മാത്രമേ ദൈവത്തോട് പറഞ്ഞുള്ളൂ, കർത്താവേ, ഞാൻ നിന്റെ പൈതലാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ പൈതലാ. ഞാൻ എവിടെയെങ്കിലും തലകുനിക്കേണ്ടി വന്നാൽ അത് തലകുനിക്കുന്നത് എന്റെ കർത്താവിന് നാണക്കേടാ. നിന്റെ പൈതലായ ഞാൻ തലകുനിക്കാൻ ഇടയായാൽ കർത്താവേ, അത് നിനക്ക് നാണക്കേടാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ അപ്പൻ ഇതുവരെയും തലകുനിക്കുവാൻ അനുവദിച്ചിട്ടില്ല. അതെന്റെ കഴിവോ മിടുക്കോ എന്റെ മഹത്വമോ ഒന്നും അല്ല കേട്ടോ. എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ച ആ കരത്തോട് ചേർത്ത് എന്നെ ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച ആ ചൂട്, ആ കർത്താവിന്റെ ചൂട് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തിന്റെ പേരിലാണെന്നറിയാമോ? ഈ കർത്താവിനോട് ചേർന്ന് നിന്നതിന്റെ പേരിലാ. ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്നവന്, ആമേ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ ഹല്ലേലൂയയുടെ നല്ല ഒരു പേര് നമുക്ക് ഒരുക്കി തരും. ഒരു പ്രതിഫലം കൂടെ താഴ്ത്തൊന്ന് വായിച്ചേ. 3-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റു പറയും. മതി. നോയിക്കേ, ദൂതന്മാർ നമ്മുടെ പേരേറ്റു പറയും. നോയിക്കേ, നമ്മുടെ വെള്ളയുടുപ്പ് ധരിക്കുവാൻ. ഹല്ലേലൂയ. നമ്മളെ മഹാപുരോഹിതനായ യോശുവ ദൈവസന്നിധിയിൽ നിന്നപ്പോ പിശാചും അവിടെ ചെന്ന് നിന്നു. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ? പിശാച് അവിടെ ചെന്ന് നിന്ന് നോക്കുക. എന്താ അവൻ യോശുവയിൽ കണ്ട കുറവ്? അവന്റെ വസ്ത്രത്തിനകത്ത് അഴുക്ക് പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, ഈ ഭൂമിയിലല്ല, അവൻ നിത്യ ദൈവസന്നിധിയിൽ ചെന്നിട്ടാ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചേ. എവിടെയെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ ആ പോരായ്മ എടുത്ത് പൊക്കിക്കൊണ്ട് പിശാച് നമ്മൾക്ക് എതിരെ നിൽക്കുമ്പോ ഓർത്തോളണം, ഈ ഈ പരീക്ഷ ജയിച്ച് വെള്ളയുടുപ്പ് ധരിച്ച് ആമേൻ ഹല്ലേലൂയ നമ്മൾ അവിടെ നിൽക്കുമ്പോ ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി സാക്ഷി പറയും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ സാക്ഷ്യം നമുക്ക് വേണ്ട. പലപ്പോഴും നമുക്ക് സങ്കടം തോന്നിയിട്ടില്ലേ? ഓ, ഇത്രയും നന്മ എന്നിൽ നിന്ന് അനുഭവിച്ചിട്ടും യാതൊരു നന്ദിയും കാണിക്കാത്തവനാണ് ഇവനെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ? ആമൻ, യാതൊരു നന്ദി ഇല്ലാത്തവളാ ഇവളെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ? ലോകപരമായിട്ടുള്ള അംഗീകാരം നിനക്ക് വേണ്ട. ദൈവത്തിന്റെ പൈതലെ, ലോകം നിന്നെ അംഗീകരിക്കണ്ട, ലോകക്കാർ നിന്നെ തുതിക്കണ്ട, ലോകക്കാർ നിന്നെ ഹല്ലേലൂയ സ്തുതി പറയണ്ട. നിനക്കൊരു ഹല്ലേലൂയ നിന്നെ കുറിച്ചൊരു സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിൽ ദൂതനുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ചെറിയവരാണോ? അല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ആമൻ ഈ പ്രതിഫലം കിട്ടിയാൽ മനുഷ്യരല്ല നമ്മളെ കുറിച്ച് സാക്ഷി പറയുന്നത്, ദൈവത്തിന്റെ ദൂതന്മാർ. ഹല്ലേലൂയ. അതിനെക്കാട്ടിലും വലിയൊരു ഭാഗ്യാവസ്ഥ എന്താ പറയുന്നേ? ഞാൻ പലപ്പോഴും നദനയേലിനെ കുറിച്ച് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. എന്തൊരു ഭാഗ്യമുള്ള മനുഷ്യനാ നദനയേല്. ഓ, കർത്താവ് അവനെ കുറിച്ച് സാക്ഷി പറയാ, ഇവനെ പോലെ നീയാണ് യഥാർത്ഥ ഇസ്രായേലിന്ന് നമ്മളെ നോക്കി പറയണം, കുഞ്ഞേ നീയാണടാ ദൈവ പൈതല്, ആമേൻ, നീയാണടാ ഒരു വിശ്വാസി, നീയാണ് മോളെ ഒരു ദൈവ പൈതൽ എന്ന് പറയുവാൻ എന്റെ കർത്താവ് നമ്മളെ നോക്കി സാക്ഷി പറഞ്ഞാൽ അതിനെക്കാട്ടിലും വിലയേറിയ ഒരു അംഗീകാരം എന്താണ് നമുക്ക് വേണ്ടേ? ഇവിടെ പറയുക, ആമേൻ, ജീവന്റെ പുസ്തകത്തിൽ പേരും ദൂതന്മാര് ഹല്ലേലൂയ, ദൂതന്മാരുടെ മുമ്പാകെ, ദൈവത്തിന് മുൻപാകെ ദൂതന്മാരെ ഏറ്റു പറയുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം ഒരു അംഗീകാരത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം കൂടെ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. മതി. നോയിക്കേ, ജയിക്കുന്നവൻ എന്ത് കിട്ടും? കർത്താവിനോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരു അധികാരം. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഹല്ലേലൂയ. പത്രോസിനെ വിളിച്ചപ്പോ പത്രോസ് ചോദിച്ചു, കർത്താവേ, ഈ വള്ളവും വലയും ഒക്കെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു, നിന്റെ പിന്നാലെ വരാൻ നീ ഞങ്ങളെ ക്ഷണിക്കുന്നു, ഞങ്ങൾ ഇതെല്ലാം കളഞ്ഞിട്ട് വന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, കുഞ്ഞേ, 24 മൂപ്പന്മാർ ഒരുമിച്ചിരുന്ന് ന്യായം വിധിക്കുമ്പോൾ എന്നോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുവാൻ നിനക്കൊരവസരം കിട്ടും. ഹല്ലേലൂയ. നിന്നെ ഈ ദേശത്തിന്റെ പ്രമാണിയാക്കാമെന്നല്ല പറഞ്ഞേ, 24 മൂപ്പന്മാരോടൊപ്പം അവൻ ഒരുവനായി എന്നോടൊപ്പം പറുദീസയിൽ ഇരിക്കുവാൻ അവൻ ഒരു ഭാഗ്യാവസ്ഥ നിനക്ക് കിട്ടും. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ നിന്നെ വഴി നടത്തിയ ദൈവം, നിന്റെ കഷ്ടതയിൽ കൂടെ ഇരുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് പറയുക, എന്റെ പിന്നാലെ എന്നെ അനുഗമിച്ചാൽ ആമേൻ, നീ ഈ പ്രമാണങ്ങൾ ഈ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് ഗ്രഹിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ആമേൻ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നിനക്കൊരു പ്രതിഫലം ഞാൻ വെച്ചിട്ടുണ്ട്. അത് എന്നോടൊപ്പം ഇരിക്കുന്ന പ്രതിഫലമാണ്. ഹല്ലേലൂയ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, ആമേൻ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവർ എന്നോടൊപ്പം പറുദീസയിലിരിക്കും. ഹല്ലേലൂയ. ഈ കർത്താവിന് വേണ്ടി ഒരു ചെറു വിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിനക്കൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. അത് വെറും പ്രതിഫലമല്ല, ആമേൻ, എന്റെ കർത്താവിനോടൊപ്പം ആമേൻ കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തോട് ചേർന്ന് അവനോടുകൂടെ ഇരിക്കുവാൻ ഒരു പദവി. അതിനെക്കാട്ടിലും ഈ ലോകത്തിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. കൂടിപ്പോയാൽ 80 വയസ്സ് വരെ, ആമേൻ, ഏറെയായാൽ 80 പണ്ട് പറയുമായിരുന്നു. പക്ഷേ ഇന്ന് സമയമോ ആമേൻ ഹല്ലേലൂയ പ്രായ വ്യത്യാസമോ ഒന്നുമില്ലാതെ അനേക യൗവനക്കാരുൾപ്പെടെ ആമേൻ ഞൊടിയിടയിൽ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ഈ ഒരു ദിവസം കൂടെ എനിക്കും നിങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും തന്നത് കുഞ്ഞേ ദൈവത്തിന്റെ പാദപീഠത്തിൽ മുഴങ്കാലും അടക്കുവാനാ. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനാ. ഇന്ന് പകൽക്കാലം ഇതുവരെയും എന്നെ കേട്ട ദൈവത്തിന്റെ ജനമേ, ഒരു കാര്യം മാത്രം എനിക്ക് പറയുവാനായിട്ടുള്ളൂ. ആമേൻ, സമയം അടുത്തിരിക്കുന്നു. ഏത് സമയം കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, കാഹളനാദത്തോടു കൂടെ ഇറങ്ങി വരും. പക്ഷേ ആ കാഹളധ്വനി എന്റെ മുൻപിൽ എന്റെ ചെവിയിൽ കേൾക്കണമെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടതായിരുന്നു കർത്താവേ, അവൻ ഞാൻ വിശ്വാസിയായിരുന്നെന്ന് പറഞ്ഞാൽ
പോരാ, ഞാനും എന്റെ അപ്പനും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബന്ധമുണ്ടാകണമെങ്കിൽ ഞാൻ എന്നെ തന്നെ കഴുകണം, ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കണം, ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിക്കണം. പരിശുദ്ധാത്മാവിന് വിരോധമായത് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എടുത്തു കളയുവാനിടയായി തീരണം. ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനിടയായി തീരണം. അങ്ങനെ ഇടയായി തീർന്നാൽ ഈ പറഞ്ഞ ഇത്രയും പ്രതിഫലങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രതിഫലം വാങ്ങുവാൻ ദാനിയേലിനോട് പറഞ്ഞു, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊള്ളുക, ലോകാവസാനത്തിൽ നിനക്ക് പ്രതിഫലം വാങ്ങുവാൻ നീ മടങ്ങി വരും. അന്ന് നമുക്ക് ഒരുമിച്ച് കാണാം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നമുക്കൊരു പ്രതിഫലമുണ്ട്.